വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതെല്ലാം സത്യമാണ്. നെതർലൻഡ്സിൽ വിചിത്രമായൊരു പാലമുണ്ട്. 800 മീറ്റർ നീളവും 50 മീറ്റർ വീതിയുമുള്ള ഈ വമ്പൻ പാലത്തിലൂടെ ആർക്കെങ്കിലും വാഹനം ഓടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ മൃഗങ്ങൾക്ക് യാത്ര ചെയ്യാനാണ് ഈ പാലം ഉണ്ടാക്കിയത്. അവിടെ മനുഷ്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. മൃഗങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പാലമാണിത്. ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കും? 5, 6 അല്ലെങ്കിൽ 10 കുടിക്കുമായിരിക്കും അല്ലെ? എന്നാൽ ഒരു ജീവിതകാലത്ത് ഒരു മനുഷ്യൻ എത്രമാത്രം വെള്ളം കുടിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 50,000 ലിറ്റർ വെള്ളമാണ് ഒരു ജീവിതകാലത്തിൽ മനുഷ്യൻ കുടിക്കുന്നത്. ഇത്രയും വെള്ളമുണ്ടെങ്കിൽ 1.5 ലക്ഷത്തിലധികം സോഡ കുപ്പികളിൽ നിറയ്ക്കാൻ സാധിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക. ലോകത്ത് സ്വമേധയാ നീളം കൂടുന്ന ഒരു ഗോപുരമുണ്ട്. ഈ ഗോപുരത്തെ അറിയാത്തവരാരും ഉണ്ടാവുകയുമില്ല. പാരീസിലെ ഈഫൽ ഗോപുരം. ഇരുമ്പ് കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഗോപുരത്തിന്റെ നീളം ഏതാണ്ട് 17 സെന്റിമീറ്ററോളം കൂടും എന്നതാണ് രസകരമായ കാര്യം. സൂര്യന്റെ ചൂടേറ്റ് ഇരുമ്പ് വികസിക്കുന്നതാണ് ഈ നീളക്കൂടുതലിന് കാരണം. ഈ ഗോപുരത്തെ എല്ലാവർക്കും അറിയാമെങ്കിലും വിചിത്രമായ ഈ സംഭവത്തെ ഒരുപക്ഷെ അധികമാർക്കും അറിയണമെന്നില്ല. നമ്മുടെ വായിൽ എപ്പോഴും ഉമിനീർ ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവിതകാലത്ത് ഒരാളുടെ വായിൽ ആകെ 23,000 ലിറ്ററിലധികം ഉമിനീരുണ്ടാകുമത്രേ. തരക്കേടില്ലാത്ത 2 സ്വിമ്മിംഗ് പൂൾ നിറയ്ക്കാൻ അത്രയും വെള്ളം മതിയാകും. നമ്മുടെ ശരീരത്തിനകത്ത് രക്തം ഒരു ദിവസമാകെ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടാകും? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പക്ഷെ ഉത്തരം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 19,300 കിലോമീറ്റർ ആണ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിനകത്ത് രക്തം സഞ്ചരിക്കുന്ന ദൂരം. കേരള സംസ്ഥാനത്തിന്റെ ആകെ നീളത്തിന്റെ 35 ഇരട്ടി വരുമിത്. ശരീരത്തിലെ ഒരു ചുവന്ന രക്താണു ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് ശരീരമാകെ ചുറ്റി വീണ്ടും ഹൃദയത്തിലെത്താൻ 20 സെക്കൻഡ് മാത്രം മതി എന്ന് കൂടി മനസ്സിലാക്കുക. നമ്മുടെ തലമുടിക്ക് എത്രമാത്രം കരുത്തുണ്ടാകും? നമ്മുടെ മുടിയിഴ കൊണ്ട് ആനയെ ഉയർത്താൻ സാധിക്കുമോ? വേണമെങ്കിൽ അത് സാധിക്കുമെന്ന് തന്നെയാണ് സത്യം. മുതിർന്ന ഒരു മനുഷ്യന്റെ തലയിലുള്ള മുടിയിഴകളെല്ലാം ചേർത്ത് പിടിച്ച് കയറാക്കിയാൽ അതുകൊണ്ട് ഒരു ആനയെ വരെ ഉയർത്താൻ സാധിക്കും. അതും ഒന്നല്ല, 2 ആഫ്രിക്കൻ ആനകളെ. നമ്മുടെ ഒരു മുടിയിഴ 100 ഗ്രാം ഭാരം ഉയർത്തത്തക്ക ബലമുള്ളതാണ്. മുതിർന്ന ഒരാളുടെ തലയിൽ 1 ലക്ഷത്തിലേറെ മുടിയിഴകൾ ഉണ്ടാകും. എല്ലാം കൂടെ ചേർത്ത് പിടിച്ചാൽ 13,000 കിലോ ഭാരം വരെ ഉയർത്താൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് 2 ആനകളെ ഉയർത്താൻ കഴിയുന്ന മുടി ആരോഗ്യവാനായ സാധാരണ ഒരു മനുഷ്യന്റെ തലയിലുണ്ട്. കൈകൊണ്ട് എഴുതുമ്പോൾ അത് കൈയക്ഷരം. മൂക്കുകൊണ്ട് എഴുതിയാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മൂക്കുകൊണ്ട് എഴുതിയാൽ മൂക്കക്ഷരം എന്ന് വിളിക്കുകയേ നിവർത്തിയുള്ളൂ. ചൈനയിലെ വൂ സൂബിൻ എഴുതുന്നത് മൂക്കക്ഷരമാണ്. കാരണം അദ്ദേഹം മൂക്കുകൊണ്ടാണ് അക്ഷരങ്ങൾ എഴുതുന്നത്. കൈകൊണ്ട് എഴുതാൻ അറിയാമെങ്കിലും 10-12 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മൂക്കുകൊണ്ട് എഴുതാൻ പരിശീലിച്ചു. പിന്നീട് കൈകൊണ്ടുള്ള എഴുത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഞണ്ടുകൾ പോകുന്നു, വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. പസഫിക് മഹാസമുദ്രത്തിലെ ക്രിസ്മസ് ദ്വീപിൽ പലയിടത്തും ഇത്തരം ബോർഡുകൾ കാണാം. കാട്ടിൽ നിന്ന് കടൽ തീരത്തേക്ക് ആയിരക്കണക്കിന് ഞണ്ടുകളാണ് സഞ്ചരിക്കാറുള്ളത്. പലപ്പോഴും റോഡുകളിലൂടെയും മറ്റുമാണ് ഈ യാത്ര. ഞണ്ടുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഞണ്ടുകളുടെ യാത്രയ്ക്കായി പ്രത്യേക പാലങ്ങളും തുരങ്കങ്ങളും വരെ ഇവിടെ പണിതിട്ടുണ്ട് എന്നതും രസകരമായ മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ മുൻഗണന ഞണ്ടുകൾക്കാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന ജീവി ആരെന്നറിയാമോ? അത് പെൺകൊതുകാണ്. വർഷം തോറും 20 ലക്ഷം പേരെങ്കിലും കൊതുകു കടിയേറ്റ് മരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി എന്ന് പറയുന്നതും കൊതുക് തന്നെ. മുതിർന്ന ഹിപ്പോപ്പൊട്ടാമസ് വായ തുറന്നു പിടിച്ചാൽ അത് എത്രമാത്രം വലിപ്പമുണ്ടാകും? വളരെ ലളിതമായി പറഞ്ഞാൽ 4 അടി പൊക്കമുള്ള ഒരു കുട്ടിക്ക് സുഖമായി അതിനകത്ത് നിൽക്കാൻ സാധിക്കും. അത്രമാത്രം വലുതാണ് ഹിപ്പോപ്പൊട്ടാമസിന്റെ വായ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.